നമസ്കാരം, മരുന്ന പാചകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓറിയോ ബിസ്ക്കറ്റുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. വേറൊന്നല്ല, സ്കൂൾ വിട്ട് കുട്ടികൾ വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാൽ നല്ലതല്ലേ? പ്രത്യേകിച്ച് കുറച്ചുകൂടി രസകരമായിട്ടൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അത് കൂടുതൽ ഇഷ്ടമാവുകയും ചെയ്യും. വെറും രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്കൊരു ഓറിയോ സൂഷി ഇന്ന് ഉണ്ടാക്കാം. സൂഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ഓറിയോനുള്ളിലുള്ള ഈ വൈറ്റ് സ്പേസില്ലേ, അത് നമ്മൾ എടുത്തിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ നമുക്കത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു വൈറ്റ് ക്രീം ഞാനൊരു 2 പാക്കറ്റാണ് കേട്ടോ ഓറിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ എത്രത്തോളം ആൾക്കാരുണ്ടോ അത്രത്തോളം നമുക്ക് എടുക്കാം. വൈറ്റ് ക്രീം എല്ലാം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് പാലേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത്ര പോരാ, കുറച്ചുകൂടെ പേസ്റ്റ് ആക്കണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പാൽ ഒഴിക്കാം. ഒറ്റയടിക്കാൻ ഒഴിച്ചാൽ ചിലപ്പോൾ വെള്ളം പോലെ ഇരിക്കും. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ വൈറ്റ് ക്രീം പേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗമില്ലേ, ചോക്ലേറ്റിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. കുറച്ച് പാലും കൂടെ ചേർത്ത് നമുക്ക് കുഴയ്ക്കാനുള്ളൊരു മാവ് പരുവത്തിലേക്ക് ആവണം. അപ്പം അതിന് പാകത്തിനുള്ള പാലൊഴിച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ബിസ്ക്കറ്റിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു മാവ് കുഴയ്ക്കാൻ പാകത്തിനുള്ള രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു പോർഷൻ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. കണ്ടോ, കറക്റ്റ് ഒരു മാവിൻ്റെ രൂപത്തിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ ആ ഒരു മാവ് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വൈറ്റ് ക്രീമിൻ്റെ പേസ്റ്റ് ഇല്ലേ, നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പരത്തി കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ആ ഒരു ക്രീമും നമ്മൾ പേസ്റ്റും കൂടെ അതിലേക്ക് നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കത് ചുരുട്ടിയെടുക്കാം. നമ്മുടെ സൂഷി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കവറൊന്ന് മാറ്റിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫൈനലി നമ്മുടെ ഓറിയോ സൂഷി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.